നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം നടത്തി സർക്കാർ ഭക്തർക്കൊപ്പമാണ് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി. എന്നാൽ അതുകൊണ്ടൊന്നും കാര്യമായില്ല. അവിടെ ഇപ്പോഴും വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നില്ല. ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വലിയ മോഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പന് കാണിക്കയായി കിട്ടുന്നതെല്ലാം ഇതുപോലെ ഈ അമ്പലവുമായി ചേർന്ന് നിൽക്കുന്നവർ കട്ടുമൂട്ടിച്ചു കൊണ്ടുപോകുകയാണ്. ദേവസ്വം ബോർഡിന് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വവുമില്ലേ? അതുപോലെ തന്നെ സർക്കാരിനൊരു ഉത്തരവാദിത്വം അവിടെയുണ്ട്. അതൊക്കെ നിർവഹിക്കാൻ ഇവർ തയ്യാറാകണം. ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഒരു പോറ്റി ഉൾപ്പെടെ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ്. എങ്ങനെയാണ് അവിടെ ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കുന്നു എന്ന് ഇപ്പോഴും സർക്കാരിന് പറയാൻ കഴിയുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് സർക്കാർ ഉത്തരം പറയേണ്ട കാര്യമാണ്. എന്താണ് ശരിക്കും ഇതിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, കേരളത്തിൽ നിന്ന് കിട്ടുന്നത് പോലെയല്ല. ആന്ധ്ര, തമിഴ്നാട്, കർണാടകയിൽ നിന്നൊക്കെ വലിയ തോതിലാണ് ഭക്തർ കാണിക്ക സമർപ്പിക്കുന്നത്. അത് സ്വർണം, നാണയങ്ങൾ, നോട്ട്, അങ്ങനെ എന്തെല്ലാമാണ് കൊണ്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ കണക്ക്, കൃത്യമായ കണക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കണക്ക് വ്യക്തമാക്കാൻ തയ്യാറാകണം. ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണം. വലിയ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്കാണ് ശബരിമലയിലെ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഒറ്റ കാര്യമുള്ളതില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒന്നിനും ഒരു വ്യവസ്ഥയില്ല. ശബരിമലയിൽ ഭക്തർ സമർപ്പിക്കുന്ന സ്വർണ്ണമടക്കം വിലമടിപ്പുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ഇവയ്ക്കൊന്നും തന്നെ ഒരു കണക്കോ രജിസ്റ്ററോ ഒന്നുമില്ല. ഇതെല്ലാം ഇങ്ങനെ കിട്ടിയ പാട് സ്ട്രോങ് റൂമുകളിൽ അങ്ങ് ചാക്കിൽ കെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തെല്ലാം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപരമായിട്ട് കിട്ടുന്നത് മുഴുവൻ പോറ്റിക്കുള്ളത് അങ്ങനെ കൊണ്ടുപോകും. ബാക്കി അയ്യപ്പന് വേണ്ടി ഇവർ സമർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും രത്നങ്ങളും എല്ലാം ഉണ്ട്. ഇതെല്ലാം അങ്ങ് ചാക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 2 ദ്വാരപാലക ശില്പങ്ങൾ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് കൊണ്ടുപോയതേ ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നുള്ളത്. 2 ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. നേരെയാക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുപോയത്. പക്ഷെ ഇതിപ്പോ ആരുടെ വീട്ടിലാണത് ഉള്ളതെന്ന് ഓരോരുത്തരെയും പോയി അന്വേഷിക്കേണ്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശൽ എന്നുള്ള മറവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയത് കോടിക്കണക്കിന് രൂപയാണെന്ന് പറയുന്നു. കാരണം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അതിന്റെ മുകളിലുള്ള പാളികളും എല്ലാം എടുത്തുകൊണ്ടുപോയി, പീഠം, ഇവയെല്ലാം തന്നെ എടുത്തുകൊണ്ടുപോയിട്ട് പറയുന്നത് ഇത് അയ്യപ്പന്റെ മുന്നിൽ ഉണ്ടായിരുന്ന സംഭവമാണ്. അതിൽ വെച്ച് പൂജ നടത്തിയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. അതിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭക്തരിൽ നിന്ന് പണം പിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതര സംസ്ഥാനങ്ങളിലെ വ്യവസായികളിൽ നിന്നെല്ലാം പണം വാങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇത് വലിയ വിവാദമായപ്പോൾ ഇപ്പോൾ പറയുന്നത് 7 പവന്റെ മാല മാളികപ്പുറം ക്ഷേത്രത്തിന് നൽകുകയാണ് ചെയ്തത്. അതും രജിസ്റ്റർ പ്രകാരമൊന്നുമല്ല, ശാന്തിക്കാരന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിവരങ്ങളൊന്നും പുറത്തു പറയാതിരിക്കാൻ മാളികപ്പുറത്തിന് 7 പവന്റെ മാല കൈക്കൂലി കൊടുക്കുകയാണ്. അപ്പോൾ അത് പക്ഷെ അത് നൽകി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ തട്ടിപ്പിൽ കൂടെ ഉണ്ടാക്കിയ പണമുണ്ടല്ലോ, അതുപയോഗിച്ച് നിർധനരായ യുവതികളുടെ വിവാഹം നടത്താൻ മുന്നോട്ട് വരുന്നു. അതെന്തായാലും ഇപ്പൊ ദേവസ്വം ബോർഡ് നിരസിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഇവരുടെയൊക്കെ വിവാഹം നടത്തുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും മഹത്വവൽക്കരിക്കപ്പെടും. അപ്പൊ വീണ്ടും അയാൾക്ക് വെട്ടിപ്പ് നടത്താനുള്ള സൗകര്യം ഉണ്ടാകും. ഇതാണ് ചെയ്തിരുന്നത്. അപ്പൊ ചെമ്പിൽ തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് അന്ന് വിജയമല്യാണ് ഇത് സ്പോൺസർ ചെയ്തത്. ഈ തങ്കപ്പാളി സ്പോൺസർ ചെയ്തത് വിജയമല്യാണ്. അദ്ദേഹം അത് ചെയ്തത് ചെമ്പില് തങ്കപ്പാളി ഒട്ടിച്ചിരിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരുന്നത്. പക്ഷെ ഇതിനെ സ്വർണം പൂശി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ വന്നത് ഇതേ അല്ല, അതേ മോൾഡിൽ ഉണ്ടാക്കിയ മറ്റൊന്നാണ് വന്നത്. അപ്പൊ അത് പക്ഷെ ഈ തങ്കം എടുക്കുന്നതിന് വേണ്ടിയല്ല ഇത് ഉണ്ടാക്കിയതെന്ന് മാത്രം. അത് വെച്ച് വിശ്വാസത്തിന് മുതലെടുപ്പതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചു കൊണ്ടുവച്ചത് ഇവിടുന്ന് കൊണ്ടുപോയ സാധനമേ അല്ല. ഇത് ഇവരാരും അറിഞ്ഞിട്ടില്ല. ഈ കൊണ്ടുപോയ സാധനം മാറിപ്പോയി എന്നുള്ളത് പോലും അറിയുന്നില്ല. അപ്പോൾ അത്രയും വലിയ ഒരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് 2019 നവീകരണത്തിന് കൊണ്ടുപോയത്. തിരികെ എത്തിയത് അതല്ല എന്നുള്ളത് അവരാരും അറിഞ്ഞിട്ടില്ല. തൂക്കത്തിൽ കുറവുണ്ടായത്, അളവിൽ വ്യത്യാസം വന്നത് ഒന്നും തന്നെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണെന്നുള്ളത് ഈ ആദ്യത്തെ സാധാരണ പതിയിൽ ഒരു ദാതം കൊണ്ടുപോകുമ്പോൾ അതിന്റെ എല്ലാം ഫോട്ടോയും ഇമേജും ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോയി അതിന്റെ അളവും തൂക്കവും എല്ലാം കറക്റ്റ് നോക്കിയിട്ടാണ് കൊണ്ടുപോകേണ്ടത്. തിരിച്ചു വരുമ്പോഴും അതാണോ എന്ന് ഒത്തു നോക്കണം. ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഈ ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ വ്യക്തമാവും തട്ടിപ്പ് എന്നാണ് തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കരാണ് ഇത് ആരോപണം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പഞ്ചലോഹ വിഗ്രഹം, ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചതുണ്ടല്ലോ, ഇത് ഈ തട്ടാവിള കുടുംബമാണെന്ന് പറയുന്നു.
അപ്പോൾ അവരാണ് പറഞ്ഞത് ഈ കൊണ്ടുവന്ന സാധനം വേറൊന്നാണ്, അതിന്റെ മോൾഡ് എടുത്തിട്ട് വേറൊന്നും ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നുള്ളത് അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. അതിൽ നിന്നാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. വിശ്വാസ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളിലാണ് അടിമുടി ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത്. ഈ പോറ്റിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, ശബരിമലയിലെ മേൽശാന്തിയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളെ. അതാണ് നടക്കുന്നത്. ഇപ്പോൾ ഇത് കൊണ്ടുപോയത് എന്താണെന്ന് അറിയില്ല, തിരിച്ചു കൊണ്ടുവന്നത് എന്താണ് എന്നറിയില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർ കൃത്യമായി ഇത് പരിശോധിക്കുന്നില്ല എന്നല്ലേ വ്യക്തമാകുന്നത്. കൃത്യമായി ഇവർക്കൊരു ധാരണയില്ല എന്നുള്ളതും വ്യക്തമാകുകയാണ്. വെറുതെ കൊണ്ടുപോകുന്നു, ചെയ്തിട്ട് കൊണ്ടുവരുന്നു. അതിൽ എത്ര വലിയ ഒരു കുറ്റമാണ്. അതായത് ഒന്ന് ഓർത്തു നോക്കണം, ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം ഒരു വിശ്വാസ കേന്ദ്രമല്ല, ലോകമെമ്പാട് നിന്നും ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ പോലും അതായത് കൃത്യമായ രീതികളിലൂടെ, അതായത് അവിടെ പ്രവർത്തിക്കുന്നതിന് ചില രീതികളുണ്ട്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഈ രീതിയിൽ കുറെ ആൾക്കാർ അവിടെ കയറിക്കൂടി ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ ഈ തട്ടിപ്പ് പുറത്തു വന്നിട്ട് പോലും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്കെതിരെ ശക്തമായ ഒരു നടപടി എടുക്കാൻ പോലും ഇവരാരും തയ്യാറാകുന്നില്ല. ഇത് ഇപ്പൊ ഉണ്ടല്ലോ, 2019 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പില് ചെന്നൈയില് ചെമ്പുപാളികൾക്ക് സ്വർണം പൂശാൻ വേണ്ടി പോകുന്നത്. ചെമ്പുപാളികൾ എന്ന് പറയുന്നത് ചെമ്പുപാളിയിൽ തങ്കം ഇറച്ചിട്ടാണ് ഇത് ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ടാണ്, അപ്പൊ അത് മാറ്റിയിട്ടല്ല ചെയ്തിരിക്കുന്നത്, തങ്കം എടുക്കൽ ഈ സാധനയെ മാറിയിരിക്കുന്നു. ഈ വേറെ മോൾഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഇവരാരും മനസ്സിലാക്കിയില്ല. ഇത്രയും കാലമായിട്ട് 2019 കഴിഞ്ഞപ്പോൾ 2025 ഈ കാലത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം നിർമ്മിച്ചിരുന്നു. അപ്പൊ ഈ പീഠം നിർമ്മിക്കാൻ വേണ്ടി ദ്വാരപാലക ശില്പങ്ങൾക്ക് എടുത്തത് പണ്ടത്തെ ഇതനുസരിച്ചാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുവരുന്നത് ഇവിടെ തന്നെയുള്ള ജീവനക്കാരനായിട്ടുള്ള കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ പോറ്റി വഴിയാണ് ഇത് കൊണ്ടുവരുന്നത്, ശബരിമലയിലേക്ക് എത്തിച്ചത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ ഇത് മാറിപ്പോയിരുന്നല്ലോ, ദ്വാരപാലക വിഗ്രഹങ്ങൾ മാറിപ്പോയിരുന്നത് കാരണം ഈ കൊണ്ടുവന്ന പീഠം കറക്റ്റ് ആക്കാൻ പറ്റിയില്ല, അതിന്റെ അടുത്തേക്ക് വെക്കാൻ പറ്റിയില്ല. അത് കാരണം അതിനെ തിരിച്ചു കൊടുത്തു. ഈ വാസുദേവൻ പോറ്റിയുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു ഇത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇതിന് കേസ് കൊടുക്കുന്നു, ഈ പീഠം എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഉടനെ ഉണ്ടായിരുന്നത് ഇത് എവിടെയാണെന്ന് അറിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞ് ഒരു അന്വേഷണം നടത്തി ഇത് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി രക്ഷപ്പെട്ടല്ലോ എന്നായിരിക്കാം വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വിജിലൻസ് ഇത് അന്വേഷിച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുത്തു. കള്ളക്കപ്പലിൽ തന്നെയാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കണം എത്രത്തോളം ഗുരുതരമായ വീഴ്ചകൾ. പിന്നെ എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ശബരിമല ദേവസ്വം ബോർഡ് എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. ദേവസ്വം ബോർഡിന്റെ ജോലി എന്താണ്? ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം അടിമുടി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. മറ്റ് ക്ഷേത്രങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. അതിനോടൊപ്പം തന്നെ നമ്മളൊന്ന് ഓർത്തു നോക്കണം, സാധാരണ മറ്റമ്പലങ്ങളിൽ കിട്ടുന്നത് പോലത്തെ ഒരു വരുമാനമല്ല ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വർഷാവർഷം കോടിക്കണക്കിന് രൂപയും അതിൻ്റെ മുതലുമൊക്കെയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഇതിൻ്റെയൊക്കെ കൃത്യമായ കണക്കെടുപ്പ് എന്തുകൊണ്ട് നടത്തുന്നില്ല? ഈ കണക്കെടുപ്പ് നടത്താതെ വെറുതെ ഇതെല്ലാം വാരിക്കൂട്ടി ഏതെങ്കിലും മൂലയിൽ കൊണ്ടുവച്ചിട്ട് ഇതിന് കണക്ക് ചോദിക്കുമ്പോൾ നിന്ന് ബബബ അടിക്കുന്ന ഒരു ദേവസ്വം ബോർഡിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഇപ്പോൾ പിന്നെ വിശ്വാസമൊന്നും, അത് ശബരിമലയുടെ വിശ്വാസമൊന്നും കാത്തു സൂക്ഷിക്കാൻ സമയമില്ല. സർക്കാരിൻ്റെ മറ്റേ രാഷ്ട്രീയ പരിപാടികൾക്ക് പോകലാണ് മെയിൻ പണി. ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തുമ്പോൾ ഒത്താശ നിൽക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പണി. ഇവിടെയാണ് ഈ വിശ്വാസം എവിടെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ വിജയമല്യ കൊടുത്തതാണെങ്കിലും അയാൾക്ക് ശബരിമലയോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൊടുക്കുന്ന, അയ്യപ്പന് കാണിക്ക കൊടുക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ സമ്പത്താണ്. ദൈവത്തിന് എന്തിനാണ് സമ്പത്ത് എന്ന് ചിലർ ചോദിക്കാൻ. ദൈവത്തിന് സമ്പത്തിൻ്റെ ആവശ്യമില്ല. എങ്കിലും കുറേ ആൾക്കാർ അവർക്ക് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ കൊടുക്കുന്നതാണ് ഇതെല്ലാം. അതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഒക്കെ കൂടി ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും കൃത്യമായി സംരക്ഷിക്കാതെ ദേവസ്വം ബോർഡ് പിന്നെ എന്ത് കാണിച്ചിരിക്കുകയാണ് എന്നുള്ള ചോദ്യമുണ്ട്. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഹൈക്കോടതിയിൽ. കാരണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം പോകുന്നത്. പ്രത്യേക ഒരു സംഘമുണ്ട്.
അവർ ഇതിനെല്ലാം കണക്ക് മറുപടി പറയേണ്ടി വരും. ആ സമയത്ത് ഈ പറയുന്ന പോലെ തന്നെ വെറുതെ നിന്ന് ദേവസ്വം ബോർഡ് രാഷ്ട്രീയം കളിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ കൃത്യമായ കണക്ക് ബോധിപ്പിക്കണം. സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ ഇതൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അയ്യപ്പ സംഗമവും ഒക്കെ നടത്തി പറയുന്നത് ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ആ വിശ്വാസവും കൂടി നിങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതൊന്നുമില്ലാതെ വെറുതെ കൊണ്ടുപോയി മറ്റേ പമ്പയിൽ വന്ന് തിരിച്ചു പോയിട്ട് ഒരു സംഗമം നടത്തിയത് കൊണ്ട് വിശ്വാസമാകുന്നില്ല, അത് ഭക്തർക്കൊപ്പം ആകുന്നില്ല. ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ മറ്റ് A to Z കാര്യങ്ങൾ സർക്കാരിന്റെയും കൂടി ഉത്തരവാദിത്വത്തിൽ പോകുന്നതാണ്. അപ്പോൾ ഇതൊന്നും കൃത്യമായി അവിടെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാലങ്ങളായിട്ട് ഇപ്പൊ 2019 കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികൾ ഇതിപ്പോ 2019 മാത്രമാണ് ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത് കൊണ്ടുപോയത്. അതിന് മുൻപുള്ളതിന്റെ ഒന്നും വന്നിട്ടില്ല. പിന്നെ 2021 ആണ് ഈ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് പറഞ്ഞു വന്നത്. ഇത് ശില്പനിർമ്മാണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ഈ വാസുദേവന്റെ വീട്ടിൽ 2021 മുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് സൂക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോച്ചിയാണെന്ന് വാസുദേവൻ പോച്ചി പറയുന്നു. ഇതിങ്ങനെ കാലാകാലം ഈ കൊടുത്തപ്പോ തന്നെ ഉണ്ണികൃഷ്ണൻ പോച്ചി പറഞ്ഞു ഇത് തൽക്കാലം ആരോടും പറയണ്ട എന്നും പറഞ്ഞു. വാസുദേവൻ പോറ്റിക്ക് ഇത് സൂക്ഷിക്കാൻ കൊടുത്തു, തൽക്കാലം ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അത് വ്യക്തമല്ലേ? അല്ല, ഇത് കൃത്യമായി കണക്ക് രേഖപ്പെടുത്തി വെക്കാത്തത് എന്താണ്? ഒന്നിനും കണക്കില്ല. ഈ കണക്ക് എന്തുകൊണ്ട് കൃത്യമായി നിങ്ങൾ എഴുതി വെക്കുന്നില്ല? ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് മാത്രമാണ്, വാസുദേവന്റെ പേര് മാത്രമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ എത്ര പേരുണ്ടാകും? ശബരിമലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എത്രയോ ആൾക്കാർ അവിടെയുണ്ട്. ഈ സ്ട്രോങ് റൂമിലൊക്കെ കയറി ഇറങ്ങുന്ന എത്രയോ ആൾക്കാരുണ്ട്, ദേവസ്വം ബോർഡിന്റെ ആൾക്കാരുണ്ട്. ഇതെല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. അത് മറ്റൊരു വിഷയമാണ്. ഈ കിട്ടുന്നതിന്റെ ഓരോ വർഷവും വരുന്നതിന്റെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തണമല്ലോ. കണക്ക് കൃത്യമായി രേഖപ്പെടുത്തിയാലല്ലേ എന്തെല്ലാം നമുക്കുണ്ട്, എന്തെല്ലാം അവിടെ നിന്ന് മിസ്സിംഗ് ആയി പോയി എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. പീഠം കാണാനില്ലാത്തതും മാസ്റ്ററിലില്ല, പീഠം കിട്ടിയതും മാസ്റ്ററിലില്ല, രണ്ടുമില്ല. ഇതേ അവസ്ഥ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണ്, അവിടെ നിന്നും പല ചെമ്പിന്റെ സാധനങ്ങളൊക്കെ കാണാതെ പോയിട്ടുണ്ട്, ഓട്ടുരുളി, അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തേക്ക് വരുന്നത്. അവിടെയും കൃത്യമായ കണക്കെടുപ്പ് നടക്കുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം ഇടനില നിന്നുകൊണ്ടും ഇടനിലക്കാർ വഴിയാണ് ഇതെല്ലാം പുറത്തേക്ക് പോകുന്നത്. അവിടെ അതായത് അകത്ത് നിന്ന് എടുത്തു കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇടനിലക്കാർക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ ആ വഴിയൊന്നും ഇവിടുത്തെ ദേവസ്വം ബോർഡ് അറിയാതിരിക്കുകയാണോ, അതോ ദേവസ്വം ബോർഡും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലുള്ള കളികൾ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഈ ചക്കരക്കുടം കണ്ട കൈയിട്ട് നക്കാത്തവരില്ലല്ലോ. അപ്പോൾ അതാണോ അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും ഇത് കോടതിയിൽ എത്തട്ടെ, കോടതിയിൽ എത്തുമ്പോൾ കോടതി ചോദിക്കട്ടെ. അപ്പോൾ കോടതിക്ക് മുൻപിൽ എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഇല്ലേ, വെറുതെ തട്ടിക്കൂട്ടിയ കണക്ക് കൊണ്ട് ചെല്ലാനൊക്കത്തില്ല. കാരണം ഇപ്പൊ ഈ ദ്വാരപാലക ശില്പങ്ങൾ പറഞ്ഞല്ലോ, അത് അഴിച്ചെടുത്തിട്ടുണ്ട്. സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചെടുത്തത്, ചെന്നൈയിൽ എത്തിച്ചത് അഴിച്ചെടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ്. 2019 കാലത്ത് തിരുവാഭരണ കമ്മീഷണറായിരുന്നു RG രാധാകൃഷ്ണൻ. അദ്ദേഹം വെളിപ്പെടുത്തിയതാണ് ഇത് കിട്ടിയത്. അവിടുന്ന് അഴിച്ചെടുത്ത സമയവും ഇവിടെ എത്തിയ സമയവും തമ്മിൽ 1 മാസത്തെ വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമല്ലോ. ഈ 1 മാസം എവിടെയാണെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഇത് 2019 ഓഗസ്റ്റിലാണ് അദ്ദേഹം തിരുവാഭരണ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. ജൂലൈയിൽ ഇത് അഴിച്ചെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നു. 1 മാസത്തിന് ശേഷമാണ് ചെന്നൈയിൽ എത്തിയത്. ഇത്ര ദിവസം എവിടെയാണെന്നുള്ള രേഖകളൊന്നുമില്ല. ചെമ്പ് പാളികൾ ഇളക്കി തൂക്കം നോക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണം എന്നാണ് ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരുന്നത്. അന്ന് A. പത്മകുമാറാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നത്. അപ്പൊ ദേവസ്വത്തിൽ ഇരിക്കുന്ന വസ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇതിനു വേണ്ടി നൽകിയത് എന്ന് അറിയില്ല എന്നാണ് ഈ RG രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒന്നിനും തന്നെ ഓരോന്ന് കൊടുക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ ആരും ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും തോന്നിയതുപോലെ വന്നവരെല്ലാം കാര്യക്കാര് എന്നുള്ളത് പോലെയാണ്, വാളെടുത്തവരെല്ലാം പറഞ്ഞ പോലെയാണ്, വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെയാണ് ശബരിമലയിലെ കാര്യങ്ങൾ. ആരാണോ എടുത്തുകൊണ്ട് പോകുന്നത്, കാര്യക്കാരുള്ളവരെല്ലാവരും ഒന്ന് ഓർത്തു നോക്കുക. ഈ സ്വർണം പൂശാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സാധനങ്ങള് 1 വർഷത്തോളമൊക്കെ സ്വന്തം വീട്ടിൽ കൊണ്ടങ്ങ് വെച്ചേക്കുക. അതെ, ഇതൊക്കെ എവിടെ നടക്കുന്ന വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാകുന്നില്ല. പണം ഉണ്ടാക്കുന്നുണ്ട്, വളരെ ഗോപ്യമായ രീതിയിൽ പൂജകൾ നടത്തുന്നു.
ആ പൂജ പീഠത്തിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ, പണം വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണോ അത് വെച്ച് കഴിഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞ ആൾക്കാരൊന്നും അന്ധവിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ശബരിമലയിൽ വെച്ച പീഠമാണല്ലോ, അയ്യപ്പന്റെ ശക്തി ആ പീഠത്തിലുണ്ടെന്നൊരു പോറ്റി പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കാതിരിക്കില്ല. അതാ പറഞ്ഞത്, ഈ അന്ധവിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ഈ ഇതുപോലെയുള്ള തട്ടിപ്പുകാരുണ്ടാകും. പക്ഷേ ഈ തട്ടിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും ശബരിമലയുടെയും ഒക്കെ പേരിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് വെറുതെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പോലെയല്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും ശബരിമലയുടെയും ഒക്കെ. അതിന് ഉത്തരവാദിത്തപ്പെട്ടത് സ്റ്റേറ്റാണ്. അതെ, ഇപ്പൊ എന്തായാലും അതിന് തീരുമാനമായിട്ടുണ്ട്. ശബരിമലയിലെ സ്ട്രോങ് റൂം റിട്ടയർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് എല്ലാ വസ്തുക്കളുടെയും കണക്കെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ദ്വാരപാലക ശില്പപാളികളും പീഠവും സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോയ ശേഷം കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൽ ജസ്റ്റിസുമാരായ എ രാജ, വിജയരാഘവൻ, KV വിജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം ഇതാണ്. അതെല്ലാം തന്നെ കൃത്യമായി പറയണം. എന്തെല്ലാമാണ് ഉണ്ടായിരുന്നതിനെ കുറിച്ചെല്ലാം കണക്കുകൾ കറക്റ്റ് വരണം. ഒരു വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. അന്വേഷണ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കണം. അന്വേഷണ പുരോഗതി ഒക്ടോബർ 28-ന് വിലയിരുത്തുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നാണ് ഇനി എന്താണ് ഇതിൽ എന്തൊക്കെയാണ് അന്വേഷണത്തിൽ പുരോഗതി വന്നത്. വിജിലൻസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ മാളികപ്പുറത്തമ്മയ്ക്ക് 7 പവന്റെ മാല കൊടുത്ത വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. മാളികപ്പുറത്തമ്മ ചോദിച്ചോ എനിക്ക് 7 പവന്റെ മാല വേണമെന്ന് കൊണ്ടു കൊടുക്കാനായിട്ട്? എന്തവസ്ഥയിലേക്കാണ്? 1999 ശ്രീകോവിൽ മേൽക്കൂര മോടിയാക്കുന്നതിന് എത്ര സ്വർണം ഉപയോഗിച്ചു എന്ന് കണക്കില്ല. ഏകദേശം 30 കിലോയിലധികം വേണ്ടി വന്നു എന്നാണ്. വേണ്ടി വന്നു 30 കിലോയിലധികം വേണ്ടി വന്നു. അതെന്തൊരു കണക്കാണ്? അതിനൊന്നും കണക്കില്ല. അതുപോലെ ഈ 30 കിലോയിൽ അതിലെ 1 ഗ്രാം ഉണ്ടെങ്കിൽ പോലും അത് രജിസ്റ്ററിൽ എഴുതി വെക്കണം. കണക്കുള്ള സാധനമാണത്. അതുപോലെ എത്ര ആഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്ര സ്വർണ്ണ നാണയങ്ങൾ ഓരോ പ്രാവശ്യം കിട്ടുന്നുണ്ട്, അതിനെ കുറിച്ചൊന്നും കണക്കില്ല. കാരണം ഭക്തർ ഓരോ പ്രാവശ്യം വരുമ്പോൾ വൈരക്കല്ലും ആഭരണങ്ങളും വെള്ളിദണ്ടും സ്വർണ്ണദണ്ടും എല്ലാം സമർപ്പിക്കാറുണ്ട്. ഇതെല്ലാം കൂടി ലോക്കറിൽ ഒരു ചാക്കിൽ കെട്ടി സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുക എന്നാണ് വിജിലൻസ് ഓഫീസർ അറിയിച്ചത്. ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടെന്നല്ല, ഇതിലൊക്കെ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് അറിഞ്ഞൂടെ. അതൊന്നും ഏതെങ്കിലും പോയാൽ ആരും അറിയില്ല. 2 വെള്ളിദണ്ട് പോയാൽ മതിയല്ലോ, അല്ലെങ്കിൽ 2 സ്വർണ്ണ നാണയങ്ങൾ പോയാൽ മതിയല്ലോ. അപ്പൊ ഈ ഒന്നിനെ കുറിച്ചും ഒരു വിവരമില്ല. കൊടിമര, ദ്വാരപാലക ശില്പഭാഗങ്ങള്, പീഠങ്ങള്, ഇതിനെ കുറിച്ചുള്ള ഒരു വിവരവും രജിസ്റ്ററിലില്ല. ഒന്നിനും കണക്കുകളില്ല, വ്യക്തമായ മേൽനോട്ടമില്ല. എന്തെല്ലാമാണ് അവിടെ ഉള്ളതെന്നുള്ളത് അവിടെ ആർക്കും അറിഞ്ഞുകൂടാ. അവിടെ ഒരു അയ്യപ്പനുണ്ട്, അതെങ്കിലും ആർക്കെങ്കിലും അറിയോ? അയ്യപ്പനെ വിറ്റ് കാശാക്കുമെന്നതൊഴിച്ച് വേറെ ഒന്നും തന്നെ ആർക്കും അറിഞ്ഞുകൂടാ. ഈ പറയുന്ന അയ്യപ്പനെ അയ്യപ്പൻ തന്നെ കാത്തോളൂ, വേറൊന്നും പറയാനില്ല. പറയാനില്ല. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.